ഹലോ ഫ്രണ്ട്സ്, പഠിത്തമൊക്കെ എങ്ങനെ പോണു? ഓക്കെ, സ്റ്റേ പോസിറ്റീവ് ഓൾവേസ്. അപ്പോൾ ഞാൻ അടുത്ത ടോപ്പിക്ക് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഇന്ത്യൻ എൻറ്റിറ്റീസ് ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് പൈസ കടം വാങ്ങാം, അതായത് ലോൺ എടുക്കാം. ഇന്ത്യൻ റുപ്പീസിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയിൽ ലോൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ECB രണ്ട് രീതിയിൽ ചെയ്യാമെന്ന്. അതായത് ഫോറിൻ കറൻസിയിൽ നമുക്ക് ലോൺ എടുക്കാം, ഇന്ത്യൻ കറൻസിയിൽ ലോൺ എടുക്കാം. അപ്പോൾ ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ECB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് ഒരു ഇന്ത്യൻ എൻറ്റിറ്റീസ് ലോൺ എടുക്കും ഫോറിൻ കറൻസിയിൽ. എന്നിട്ട് ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്നതും ഈ ഫോറിൻ കറൻസിയിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത INR ഡിനോമിനേറ്റഡ് ECB. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ എടുക്കണം ഇന്ത്യൻ റുപ്പീസിൽ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ ഇന്ത്യൻ എൻറ്റിറ്റീസ് ഒരു ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസിൽ ലോൺ എടുക്കണം, അതുപോലെ തന്നെ അത് തിരിച്ചും ഇന്ത്യൻ റുപ്പീസിൽ തന്നെ റീപേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ECBയുടെ മിനിമം ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി അടുത്ത നെഗറ്റീവ് ലിസ്റ്റാണ്. ഇവിടെ നമ്മൾ ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു. ആ ലോണ് ഈ പറയുന്ന കാര്യത്തിനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസ്, ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്, റീപേയ്മെൻറ്റ് ഓഫ് റുപ്പി ലോൺസ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമുക്ക് ECB യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ലിമിറ്റ് ആൻഡ് ലിവറേജ്. ഇതിൻ്റെ അകത്ത് ഒരു ഓട്ടോമാറ്റിക് റൂട്ട്, അതായത് ഒരു RBIയുടെ അപ്രൂവൽ ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഈ ഇന്ത്യൻ എൻറ്റിറ്റീസിന് ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് USD 750 മില്യൺ വരെ ലോൺ എടുക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ലോൺ എടുക്കുന്ന ഒരു ഫോറിൻ ഇക്വിറ്റി ഹോൾഡേഴ്സിൽ നിന്നാന്ന് വെച്ചോ, ഫോറിൻ കറൻസിയിൽ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ലയബിലിറ്റി ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോൾ 7:1 ആയിരിക്കണം. അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, അത് കൂടിക്കഴിഞ്ഞാൽ RBIയുടെ അപ്രൂവൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ലയബിലിറ്റി ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോറിൻ ഇക്വിറ്റി ഹോൾഡർ ₹1 വർത്തുള്ള ഇക്വിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എൻറ്റിറ്റീസിന് ₹7 വർത്തുള്ള ലോണാണ് എടുക്കാൻ പറ്റുള്ളൂ. അതുവരെയാണ് എടുക്കാൻ പറ്റുള്ളൂ, ₹7 വരെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ദ പാർക്കിംഗ് ഓഫ് ECB പ്രൊസീഡ്സ്. നമുക്ക് ഈ ECBയിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി, അല്ലെ, ലോൺ എടുത്തപ്പോൾ നമുക്ക് പൈസ കിട്ടി. ആ പൈസ എബ്രോഡിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഫോറിൻ രാജ്യത്ത് എങ്ങനെയാണ് ഈ ലോൺ എമൗണ്ട് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോറിൻ കറൻസിയിൽ നമ്മൾ ലോൺ എടുത്തു ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന്. അപ്പോൾ നമുക്ക് പൈസ കിട്ടി, പക്ഷേ നമുക്ക് ശരിക്കുള്ള ഉപയോഗം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ ഇരിക്കുകയാണ്. അപ്പോൾ ആ പൈസ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലിക്വിഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഫോറിൻ അക്കൗണ്ടിൽ നമുക്ക് സൂക്ഷിക്കാം. അടുത്തത് ഇന്ത്യയിൽ എങ്ങനെയാണ് ECB പ്രൊസീഡ്സ് മാറ്റി വെക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇന്ത്യൻ എൻറ്റിറ്റീസ് ഫോറിൻ ലെൻഡേഴ്സിൽ നിന്ന് ഇന്ത്യൻ കറൻസിയിൽ ലോൺ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ AD കാറ്റഗറി 1 ബാങ്ക്സിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ അക്കൗണ്ടിലോട്ടാണ് ഈ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് 12 മാസം വരെ ഇങ്ങനെ ഡെപ്പോസിറ്റൊക്കെ ചെയ്യാം. അത് കഴിയുമ്പോൾ നമ്മൾ ആ ലോൺ എമൗണ്ട് യൂസ് ചെയ്യണം. ഓക്കെ, പ്രൊസീജിയർ ഓഫ് റേസിംഗ് ECB. ഇപ്പോൾ ഓട്ടോമാറ്റിക് റൂട്ട് വഴിയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം പാലിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് RBIയുടെ അപ്രൂവൽ ഇല്ലാതെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം അപ്രൂവൽ റൂട്ട് കേസസൊക്കെ ആണെങ്കിൽ നമ്മൾ RBIയുടെ അപ്രൂവലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സമീപിക്കണം. ഇനി റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ ECB എടുത്ത ബോറോവേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ECB2 ആ ഫോം പൂരിപ്പിച്ചിട്ട് അത് ആ കമ്പനിയും അതിൻ്റേതായ പ്രൊഫഷണൽ സർട്ടിഫൈ ചെയ്യണം. അതിനുശേഷം എല്ലാ മാസവും RBIക്ക് അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റാണ് അൺട്രേസബിൾ എൻറ്റിറ്റി. ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസിലെ അത് 2 ക്വാർട്ടർ അതിൽ കൂടുതൽ മാസങ്ങളോളം ഈ പറഞ്ഞ കണ്ടീഷൻസ് നിലനിൽക്കുകയാണെങ്കിൽ ECBയുടെ കീഴിൽ വരുന്ന എൻറ്റൈറ്റീസിനെ നമ്മൾ അൺട്രേസബിൾ എൻറ്റിറ്റി എന്ന് പറയും. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറീച്ചബിലിറ്റി. അതായത് ആ എൻറ്റൈറ്റീനെയോ അല്ലെങ്കിൽ ആ എൻറ്റൈറ്റിയുടെ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ അവരെ നമ്മൾ ഇമെയിൽ വഴിയോ ലെറ്റർ വഴിയോ ഫോൺ വഴി നമ്മൾ കോൺടാക്റ്റ് ചെയ്തു, പക്ഷേ നമുക്ക് ഒരു റിപ്ലൈ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്ലൈ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ചിലപ്പോൾ എടുത്തില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും,
അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ അൺട്രേസബിൾ എൻറ്റൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്ത കണ്ടീഷനാണ് നോൺ ഓപ്പറേറ്റീവ് സ്റ്റാറ്റസ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞ എ ഡി ബാങ്കിൽ ഈ പറഞ്ഞ റെക്കോർഡ്സിൻ്റെ അകത്ത് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സ് വഴി എ ഡി ബാങ്കിൻ്റെ ഓഫീഷ്യൽസ് വന്ന് വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എ ഡി ബാങ്കിൻ്റെ ഏതെങ്കിലും ഏജൻസീസ് ആ എൻറ്റൈറ്റീസ് പോയി ഫിസിക്കലായിട്ട് വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഈ എൻറ്റൈറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതിനെ നോൺ ഓപ്പറേറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയും. അതുപോലെ തന്നെ ആ എൻറ്റൈറ്റിനെ നമ്മൾ അൺട്രേസബിൾ എൻറ്റൈറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത കണ്ടീഷനാണ് നോൺ സബ്മിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ സർട്ടിഫിക്കറ്റ്. അതായത് ഈ എൻറ്റൈറ്റീസ് കഴിഞ്ഞ 2 വർഷം അതിൽ കൂടുതൽ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ എൻറ്റൈറ്റിനെ അൺട്രേസബിൾ എൻറ്റൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ. അടുത്ത റിപ്പോർട്ടിംഗ് ആക്ഷൻ ബൈ എ ഡി ബാങ്ക്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ പറഞ്ഞ എൻറ്റൈറ്റിയിലെ, അതായത് അൺട്രേസബിൾ എൻറ്റൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്ത എൻറ്റൈറ്റി ഉണ്ടാവുമല്ലോ, അവർ ഓൾറെഡി ഈ പറഞ്ഞ ECB2 ഫയൽ ചെയ്തിട്ടുണ്ട്, അല്ല സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഡി ബാങ്ക് ആ ECB ഒന്നും കൂടി റിവൈസ് ഫോമിൽ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ECB2 ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഫോം കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇനി എന്തോരം ഉണ്ട് അടയ്ക്കാൻ, ആ എമൗണ്ടിൻ്റെ താഴെയായിട്ട് നല്ല വലിയ അക്ഷരത്തിൽ അൺട്രേസബിൾ എൻറ്റൈറ്റിനെ എഴുതി വെച്ച് അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ അടുത്ത ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ഞാൻ അടയ്ക്കാനുള്ള തുക. അപ്പോൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്. ആദ്യം ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് ലൈബിലിറ്റി നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ഈ ഫോറിൻ ലെൻഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ജുഡീഷ്യൽ വഴിയോ അല്ലെങ്കിൽ നോൺ ജുഡീഷ്യൽ വഴിയോ അതിനെ റിക്കവർ ചെയ്യാൻ നോക്കും. ഓക്കെ. ഇനി അൺട്രേസബിൾ എൻറ്റൈറ്റി ആയിട്ട് ഒരു എൻറ്റൈറ്റീനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റൈറ്റിക്ക് വീണ്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള ECB ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സബ്മിറ്റ് ചെയ്താലും എ ഡി ബാങ്ക് അത് പ്രോസസ്സ് ചെയ്യില്ല. അതുപോലെ തന്നെ അൺട്രേസബിൾ എൻറ്റൈറ്റീനെ പറ്റി എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻ്റ് അടുത്ത് ഇൻഫോം ചെയ്യും. പിന്നെ അൺട്രേസബിൾ എൻറ്റൈറ്റിക്ക് ഓട്ടോമാറ്റിക് റൂട്ട് വഴിയാണെങ്കിൽ പോലും അവർക്ക് റെമിറ്റ് ചെയ്യാനോ ഞാൻ കടം മേടിക്കാനോ ഒന്നും പറ്റില്ല. ഈ പറഞ്ഞ AD കാറ്റഗറി 1 ബാങ്ക്സിലെ ഇപ്പോൾ അൺട്രേസബിൾ എൻറ്റൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് വന്നു, ആ റിക്വസ്റ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ആദ്യം ഈ ഫോറിൻ ലെൻഡേഴ്സിൻ്റെ സമ്മതം ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ECB ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമാണ് അവർക്ക് ആ റിക്വസ്റ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത റീഫിനാൻസിങ് ഓഫ് എക്സിസ്റ്റിംഗ് ECB. എങ്ങനെ പഴയ ലോൺ അടച്ചു തീർക്കാം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ലോണൊക്കെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ മെച്യൂരിറ്റി കണ്ടീഷൻ ഉണ്ട്. മെച്യൂരിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ ലോൺ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പഴയ ലോണിൻ്റെ ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മെച്യൂരിറ്റി എമൗണ്ടും മെച്യൂരിറ്റി ടൈം പീരീഡും അതൊന്നും കുറയാൻ പാടില്ല. ഓക്കെ. ടോട്ടൽ കോസ്റ്റ് കണ്ടീഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് പഴയ ലോണിൻ്റെ ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവായിരിക്കണം പുതിയ ലോണിൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഞാൻ അടുത്തത് കറണ്ട് ECB ഗൈഡ് ലൈൻസ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള ECB ഗൈഡ് ലൈൻസ് പ്രകാരം ഇപ്പോൾ ബോറോവറിന് ഓൾറെഡി പഴയ ലോണുണ്ട്. അപ്പോൾ പുതിയ ലോൺ എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ആ ബോറോവർ മീറ്റ് ചെയ്യണം. എന്നാലാണ് ബോറോവറിന് ആ പഴയ ലോൺസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ലോൺസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഹൈലി റേറ്റഡ് കോർപ്പറേറ്റ്സ്, പിന്നെ മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഇതൊക്കെയാണെങ്കിൽ മാത്രമാണ് ഇവരുടെയൊക്കെ പഴയ ലോൺസ് റീഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കൺവേർഷൻ ഓഫ് ECB ഇൻറ്റു ഇക്വിറ്റി. ECB എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ, അതായത് കടം, ഡെപ്റ്റ് എന്നൊക്കെ പറയാം. ആ കടത്തെ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ FDI റൂട്ട് കംപ്ലയിൻസ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ ബോറോവറിൻ്റെ സകല ആക്ടിവിറ്റി ഇല്ലേ അത് ഈ പറഞ്ഞ FDIയുടെ കീഴിലുള്ള ഓട്ടോമാറ്റിക് റൂട്ടിൽ കവേർഡ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള FDI പോളിസി പ്രകാരം ഫോറിൻ ഇക്വിറ്റി ഹോൾഡേഴ്സിനും ഈ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയിരിക്കണം. ഇനി അടുത്ത കണ്ടീഷനാണ് ലെൻഡേഴ്സ് കൺസെൻറ്റ് ആൻഡ് നോ അഡീഷണൽ കോസ്റ്റ്. അതായത് ഈ ലോൺ എമൗണ്ട് ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ആ ഒരു കാര്യം ലെൻഡറിൻ്റെ അടുത്ത് പറയണം, ലെൻഡർ അത് സമ്മതിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഈ ബോറോവറിനെ സംബന്ധിച്ച് ഇതൊരു അധിക ചിലവാവരുത്, ഈ കൺവേർഷൻ കോസ്റ്റ് വരരുത്. ഓക്കെ. ഓൾറെഡി അയാൾക്ക് പഴയ ലോൺ ഉണ്ട്, അതിൻ്റെ കൂടെ കൺവേർഷൻ കോസ്റ്റും കൂടി വരുമ്പോൾ അയാൾക്കത് അധിക ചിലവാണ്. ഓക്കെ. അതുണ്ടാവരുത്. അപ്പോൾ ലെൻഡർ സമ്മതിക്കണം, അതുപോലെ തന്നെ അധിക ചിലവുണ്ടാവരുത്. അതുപോലെ തന്നെ ഈ നമ്മൾ കൺവേർഷൻ ചെയ്യുമല്ലോ, ലോണിൽ നിന്ന് ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്
അത് സെക്ടർ ക്യാപ്സിനെ ബാധിക്കരുത്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട എലിജിബിലിറ്റി കണ്ടീഷൻസിനെ അത് ബാധിക്കരുത്. ഇനി അടുത്ത കണ്ടീഷനാണ് പ്രൈസിങ് ഗൈഡ് ലൈൻസ്. അതായത് നമ്മൾ പ്രൈസിങ് ഗൈഡ് ലൈൻസ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ? ആ പറയുന്ന ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കണം ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ലോൺസൊക്കെ. ഓക്കെ. അടുത്തത് സെക്യൂരിറ്റി ഫോർ റേസിംഗ് ECB. ഓക്കെ, അതായത് പുറത്തു നിന്നുള്ള ലോൺ എടുക്കാം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ. അപ്പോൾ AD കാറ്റഗറി 1 ബാങ്ക്സ് അനുവദിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മൂവബിൾ അസറ്റ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസൊക്കെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഈ പറഞ്ഞ AD കാറ്റഗറി 1 ബാങ്ക്സിൻ്റെ പെർമിഷൻ വേണം. ഓക്കെ. അതുപോലെ തന്നെ ഈ AD കാറ്റഗറി 1 ബാങ്ക്സൊക്കെ ഈ ഫോറിൻ ലെൻഡേഴ്സിൻ്റെ പേരിൽ പേഴ്സണൽ ഗ്യാരണ്ടീസ്, കോർപ്പറേറ്റ് ഗ്യാരണ്ടീസൊക്കെ ഇഷ്യൂ ചെയ്യാം. അവർക്ക് അതിനുള്ള പവറുണ്ട്. ഇനി അടുത്തത് റീസ്ട്രക്ചറിങ് സ്കീം ഓർ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്. ഈ പ്രോസസ്സ് വഴി കടന്നു പോകുന്ന എൻറ്റൈറ്റീസ് ഉണ്ടാവുമല്ലോ, അവരുടെ റെസൊല്യൂഷൻ പ്ലാൻ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ലോൺ എടുക്കാം. അടുത്ത ബോറോയിങ് ബൈ എൻറ്റൈറ്റീസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഫെമയുടെ കീഴിൽ അത് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന എൻറ്റൈറ്റീസ് ഉണ്ടാവും. ആ എൻറ്റൈറ്റീസിനൊക്കെ ഫെമ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ലോൺ മേടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്.